അപ്പോൾ ഹൈ ഗൈസ്, ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊന്നുമില്ല. നമ്മളിപ്പം സൈക്കിളിലെ ട്യൂബൊക്കെ പഞ്ചറായി കഴിഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ മുട്ടയൊക്കെ ഒന്ന് സാധനം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കടയിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു കാശ് കൂടുതൽ ഇതാവും. ആ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ സംഭവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ടതെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെല്ലാം ചെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ പ്രൊമോയും കണ്ട് ഇങ്ങ് പോതേക്കണം. ആ സമയത്തേക്ക് ഞാൻ ഇതിനകത്ത് ടയറും ട്യൂബും എല്ലാം അയച്ച് റിമ്മായിട്ട് മാത്രമാക്കി വെക്കാം. ഇതേ ട്യൂബൊക്കെ നമുക്ക് ഇത് നമ്മൾ തമ്മിൽ കൊടുക്കും അങ്ങനെ എടുക്കാൻ കുറേ ട്യൂബും എല്ലാം എടുത്ത് ഞാൻ വരാം. അപ്പം പോയിട്ട് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വിചാരിക്കുന്നത്. അതായത് നമ്മൾ സംഭവം എല്ലാം ഊരി വെച്ചേക്കുക, റിമ്മ് മാറ്റിയെടുത്ത് ഇതേ നമ്മുടെ ട്യൂബ്. ഇപ്പോൾ ഇത് പഴയ ട്യൂബും ടയറും. അപ്പോൾ ഈ റിമ്മയിൽ ഇനി നമ്മൾ കയറ്റാൻ പോകുന്നത് മെട്രോയുടെ പുതിയ ടയറാണ് കയറ്റാൻ പോകുന്നത്. അപ്പം ഇത് 26 വലിപ്പം ഇപ്പം പറയാം. 26 × 2.132 26 × 1.75 എന്ന് പറയുന്ന സൈസ് എല്ലാം ഈ സാധനം പിന്നെ നമ്മൾ ഈ റിമ്മ കയറും. ആ സൈസിൻ്റെ ഇത് എന്താ പറയുന്നത് ടയറാണിത്. പിന്നെ ബെഡ് റോക്കിൻ്റെ ഒരു ഇടുക്കാച്ചി ട്യൂബാണ്, അത് അടിപൊളി ട്യൂബാണ്. നമുക്ക് ഇനിയും ഇതെങ്ങനെ ഇതിലത്തെ കയറ്റുന്നത് കാണിക്കും. നമുക്ക് ആദ്യമേ ഈ സാധനം ഇതിനകത്തേക്ക് കയറ്റണം. അപ്പോൾ നമുക്കിത് കയ്യും കൊണ്ട് സുഖമായിട്ട് കയറ്റി വെക്കാമെന്നേ ഉള്ളൂ. പയ്യെ അകത്തേക്ക് കയറ്റും. ഈ സാധനം കയറ്റണം. നമ്മൾ കയറ്റം ഇത് അകത്തുനിന്ന് നമ്മൾ വയ്യ ഈ സാധനം ആദ്യമേ വയ്യ അകത്തേക്ക് തള്ളി കൊടുക്കും. തള്ളി കൊടുത്തിട്ട് വയ്യ കുറച്ച് മേക്കേടാണ്, കേട്ട് ശ്രമിക്കും.
ഇങ്ങനെ അത് കയറ്റി അത് നമ്മൾ നമ്മൾ കയറ്റി കഴിയുമ്പോൾ അതിൻ്റെ ഈ ഇതുപോലത്തെ റിങ്ങുണ്ട് ആ റിങ്ങെടുത്ത് പയ്യെ കയറ്റി മുക്കിക്കൊള്ളുക. ട്യൂബ് ട്യൂബ് മൊത്തം അത് കയറ്റി വെച്ചേക്കുവാണ്. ഇനി നമ്മൾ ഈ ഒരു സാധനം മടക്കി പയ്യതിനകത്ത് കയറ്റാൻ പോകണം. പിന്നെ അത് മടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവറൊക്കെ യൂസ് ചെയ്യുമ്പം ഈ പിന്നെ ഫ്രണ്ടൊക്കെ മൂർച്ചയില്ലാത്തതും പിന്നെ ഇത് അകത്തേക്ക് കുത്താൻ നേരത്ത് ട്യൂബെ കുത്താതെ വേണം നമ്മൾ ഇതിനകത്ത് കയറ്റാൻ വേണ്ടി. കുത്തി കഴിഞ്ഞാൽ ട്യൂബ് പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ പിന്നെ പഞ്ചറൊട്ടിക്കാൻ നടക്കേണ്ടി വരും. അതിന് വേണ്ടി 30 രൂപ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഞങ്ങളിവിടെ 30 രൂപയാണെന്ന് നിങ്ങളവിടെ എങ്ങനെ വിലയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിത് ആദ്യമേ ഈ ഒരു സാധനം എടുത്ത് പയ്യെ ട്യൂബെ കൊള്ളിക്കാതെ പയ്യെ ഇങ്ങനെ ഹലോ ഒരെണ്ണം ഇങ്ങനെ പിടിച്ചോ. അത് കഴിയുമ്പോൾ പയ്യെ വേറൊരെണ്ണം എടുത്ത് വിലമ്പഴി എടുത്തിട്ട് കയറ്റി കൊടുത്ത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്യൂബെ കൊള്ളാതെ വേണം അത് ചെയ്യാൻ. ട്യൂബെ കൊണ്ടു കഴിഞ്ഞാൽ ട്യൂബ് പൊട്ടിപ്പോവും. പിന്നെ വേറെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത് പയ്യെ നോക്കി പയ്യെ ചെയ്യണം. സമയം എടുത്ത് ചെയ്യുക. ധൃതി പിടിച്ചിട്ട് പയ്യെ സമയം എടുത്ത് പയ്യെ ചെയ്തതാണ്. പിന്നെ നല്ല രീതിയിൽ കയറി എത്തിക്കോ. നമ്മൾ ഈ ഒരു സൈഡ് കയറ്റി ഒരു സൈഡ് ഇറക്കി അങ്ങനെ ഒരു സാധനം അങ്ങോട്ട് കൊണ്ട് കയറ്റി ഇറക്കി അങ്ങനെ ചെയ്യാം. നല്ലത് കയറക്കും. അപ്പോൾ ഇത് സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതിപ്പം ടയറും ട്യൂബ് ബോഡിയും നമുക്കെങ്ങാണ്ട് ഏകദേശം ഒരു 300 രൂപയുടെ അടുത്ത് വില വന്നു. ടയറും ട്യൂബ് ബോഡി വേറെ റിമ് നമ്മളിപ്പോൾ പഴയ സൈക്കിളിൻ്റെ ആയിരുന്നു. അതിന് പോയായിരുന്നു. ഇത് പയ്യെ കയറ്റി ഇപ്പം നമ്മളിതിപ്പം സംഭവം വാങ്ങിച്ച് ഇവിടെ കടയിലൊക്കെ കൊണ്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഏകദേശം ഒരു 400 രൂപ അല്ലെങ്കിൽ 350 രൂപയുടെ അടുത്ത് സംഭവം വരും. പിന്നെ കാശും ചിലവ് വരും. പയ്യെ കയറ്റി എത്രത്തോളം സൂക്ഷിച്ച് ചെയ്യുന്നു അത്രത്തോളം നന്നായിട്ട് സാധനം ഇരിക്കും. ഇല്ലെങ്കിൽ അത് പോത്തതേ ഉള്ളൂ. ഈ അവസാന ഭാഗമാണ് കുറച്ച് പാട് കയറ്റാൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രയും പേരും ഇതിപ്പോൾ നല്ലോണം കട്ടി കൊടുക്കണം. എന്നാലും ഈ ഒരു ഭാഗം കയറ്റാൻ കുറച്ച് പാടായിരിക്കും. നമുക്ക് പയ്യാണ് അതായത് കുറച്ച് അടുത്ത് പിടിച്ചിരിക്കുക. അത്ര റിസ്ക് എടുക്കണം പിടിക്കാൻ. ഊരിയേക്കും. ഈ അവസാനത്തെ ഭാഗം കുറച്ച് എൻ്റെ പൊന്നോ ഇതായി നമ്മൾ
നമ്മൾ ടയർ മൊത്തം അടിച്ച് കയറ്റി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പയ്യെ ഇരുന്ന് സാവധാനം ചെയ്യണം, ട്യൂബ് പൊട്ടാതെ പയ്യെ ചെയ്യണം. ഇനി ഇത് വാൽ ട്യൂബ് നമ്മൾ ഇതിനകത്ത് പയ്യെ ഇതിനകത്ത് കയറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വാഷ് പോലത്തായി വാഷറും പയ്യെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടയർ സെറ്റ്. ഇനി കാറ്റടിച്ചാൽ മതി. ഇനി കാറ്റടിക്കാൻ നമ്മൾ പമ്പ് ഉപയോഗിക്കണം. ഈ വാൽട്യൂബ് ഇതിനകത്ത് വാൽട്യൂബ് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള സാധനം. നമ്മൾ കട്ടി കൊണ്ട് കാറ്റടിച്ചാൽ കേട്ടില്ല. ഇപ്പം ഏകദേശം എന്തോ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതിന്റെ വാൽട്യൂബ് ഒന്നും വാൽട്യൂബ് ഞാൻ കൊടുക്കാൻ പോകും. ഈ വാൽട്യൂബ് കിട്ടില്ല. നമ്മൾ വേറെ വാൽട്യൂബ് കൊടുക്കണം. ഇത് നമുക്കിപ്പം പിന്നെ കടയിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാൽട്യൂബിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ വാൽട്യൂബിൻ്റെ താഴെ റബ്ബറുണ്ട്. അതിപ്പോൾ ഈ കാറ്റടിച്ച് കയറുമ്പം കയറാൻ കുറച്ച് പ്രയാസമാണ്. ആ സമയത്ത് ഇതാണെങ്കിൽ സുഖമായിട്ട് കാറ്റ് കയറുകയും ചെയ്യും, പിന്നെ ഒരു പ്രശ്നമില്ലാതെ ഈ സാധനം അവിടെ നിൽക്കും. അതാണ് ഈ വാൽട്യൂബിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതത് കൊടുത്തിട്ട് ഇത് പയ്യെ ടൈറ്റ് ചെയ്ത് കൊടുക്കും. മുമ്പേ അടിച്ച അതിനെക്കാട്ടും കൂടുതൽ സ്പീഡിൽ കാറ്റടിച്ച് നമുക്ക് കയറ്റാൻ പറ്റും. അത്തേക്ക് കാരണം ഇതിന് പോകും. അടച്ച് നമ്മുടെ ടയർ റെഡി. ഇനി സംഭവം കൊണ്ടുപോയി നേരെ സൈക്കിളെ ഫിറ്റ് ചെയ്യുന്നത്. സംഭവം കണ്ടോണം, സംഭവം റെഡി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ വീഡിയോ ആണ്. ഇനി നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന കാണിക്കും. ഫിറ്റ് ചെയ്യുന്ന വലിയ പ്രയാസമൊന്നുമില്ല. ഫിറ്റ് ചെയ്യുന്ന ചെയിൻ മുറുക്കുന്നൊക്കെ കാണിച്ചു തരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് കണ്ടോണം. പിന്നെ എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കമൻറ്റ് അടിക്കാം. പിന്നെ ഈ സൈക്കിളിനെ കുറിച്ച് എല്ലാം അറിയാമെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് അടിക്കാം. എനിക്കറിയാമെങ്കിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് തരാം. അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കല്. പിന്നെയും ഇത് ഫിറ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ ചെയിൻ എങ്ങനെ മുറുക്കേണ്ടതെന്നൊക്കെ കാണിക്കാം. ഇപ്പം ചെയ്തൊരു പേടി എന്ന് പറഞ്ഞാൽ 80 രൂപ വരും. പണിക്കൂലി മാത്രം 80 രൂപ വരും. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടപ്പുണ്ടായിരുന്നു. അടപ്പിന് സംഭവം മൂടി. ഇനി സൈക്കിളെ കയറ്റണം. ഇനി സൈക്കിളെ കയറ്റാം. ബാ. അയ്യോ, നമ്മൾ ഇതിനകത്തേക്ക് വെക്കാൻ പോകണം. ഇത് ആദ്യം നമ്മൾ ഫ്രീ വീലിലേക്ക് അതിന് ചെയിൻ ഇട്ട് കൊടുക്കും. ഫ്രീ വീല് ചെയിൻ ഇട്ട് കഴിയുമ്പോൾ പയ്യെ നല്ല കയറ്റി കഴിയുമ്പോൾ സമോസ സെറ്റ് അത് കഴിയുമ്പോൾ നമ്മുടെ രണ്ട് നൽകാൻ്റെ കമ്പിയുണ്ട്. ആ രണ്ട് കമ്പി നട്ട് ഒന്നായി കൂടി രണ്ട് വാഷറും കയറ്റി നട്ടിവിടെ കയറ്റി വേറൊന്ന് അപ്പുറം
അപ്പോൾ ഈ സമയം ഞങ്ങൾ കയറ്റുമ്പോൾ കുറച്ച് കാറ്റൊക്കെ കളയണം, എന്നിട്ടേ കയറ്റാവുള്ളൂ. എന്നിട്ട് ഈ ബ്രേക്കിൻ്റെ ഇവിടെ നമുക്ക് അകത്തേക്ക് കയറ്റി വിടാൻ പറ്റും, അല്ലാതെ കയറത്തില്ല. കാറ്റടിച്ച് കഴിഞ്ഞാൽ കയറുന്നില്ല. അപ്പോൾ ഞാൻ ചെയിൻ മുറുക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ചെയിൻ മുറുക്കുന്നത് നമ്മൾ കുറച്ച് വലിച്ചു പിടിച്ച് നമുക്ക് ചെയിൻ മുറുക്കും. കുറച്ച് വലിഞ്ഞ് ആ സമയത്ത് പയ്യെ ഒരു സൈഡിൽ നട്ടങ്ങ് ടൈറ്റ് ചെയ്ത് വിടും. വലിച്ചു പിടിച്ച് ഒരു സൈഡിൽ നട്ടങ്ങ് ടൈറ്റ് ചെയ്തു. ഒരു സൈഡ് ടൈറ്റ് ചെയ്യുമ്പോൾ മറ്റേ അപ്പം ഇപ്പം ഇപ്പറേ സൈഡും അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. അത്രേ ഉള്ളൂ. ഇനി കുറച്ച് കാറ്റടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ ഷോട്ട് കളക്കാം. തിരിച്ച് നമ്മളെ സംഭവം സെറ്റാക്കി കഴിഞ്ഞു. സൈക്കിൾ റെഡിയായി. ടയർ അടിച്ച് കാറ്റടിച്ചിട്ടില്ല, കാറ്റടിക്കണം. കാറ്റടിച്ച് ചെയ്യുമ്പോൾ സംഭവം ശരിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ട്വിറ്റർ അക്കൗണ്ടും ഫോളോ ചെയ്യണം. അത് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് അടിച്ചാൽ മതി, ഞങ്ങൾ കണ്ടു ചെയ്യുമ്പോൾ റിപ്ലൈ അടിക്കുന്നതായിരിക്കും. അപ്പം ബൈ.